റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി ഏകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, ഞാനിനി എന്നും നിന്റേതു മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ദൈവം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കും. ആ കരുണ ഏറ്റെടുക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് തുറന്നു കൊടുക്കാം. വിശുദ്ധ കുർബാനയിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്ന സമയം ജീവിക്കുന്ന ദൈവത്തെ ഈ അൾത്താരയിൽ കണ്ടുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആരുടെ എല്ലാം മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടണമോ അവരെല്ലാം മനസ്സിൽ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ പാപിക്കും ദൈവകരുണയ്ക്ക് അർഹതയുണ്ട്. ലോകമാസകലമുള്ള എല്ലാവരുടെയും എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിരുന്ന് അല്പസമയം നമ്മൾ ദൈവകരുണയെക്കുറിച്ച് വചന വെളിച്ചത്തിൽ ചിന്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ കരുണയുള്ളവരായിട്ട് മാറണം. മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം. ദൈവകരുണയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊളോസസ് 4-ാം അധ്യായം 6-ാമത്തെ വചനം. കൊളോസസ് 4:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ കരുണ കാണിക്കുന്നത് പോലെ തന്നെ സംസാരത്തിൽ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സംസാരം
സംസാര രീതികൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒത്തിരിയേറെ വ്യക്തികളെ നമ്മൾ സംസാരം കൊണ്ട് മുറിപ്പെടുത്തുന്നവരായി മാറും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ വരുന്ന പിഴവുകൾ, അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകാവുന്ന വിഷമങ്ങൾ, ഇതൊക്കെ ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് കരുണാമസൃണവും ഹൃദ്യവുമായ സംസാരം, അതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വരേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 16-24. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത്രമാത്രം നന്മ വരും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. ഹൃദ്യമായ വാക്ക് നമ്മൾ പറയുന്നത് നന്നായിട്ടാണെങ്കിൽ, ശ്രദ്ധാപൂർവമാണെങ്കിൽ, ഹൃദ്യമായ വാക്ക്, ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല വാക്ക്, അത് തേനറ പോലെയാണ്. നമുക്കറിയാം, തേന് മറ്റുള്ളവർക്ക് മധുരം നൽകുന്നൊരു കാര്യമാണ്. തേന് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സംസാരം നല്ലതാണെങ്കിൽ, നന്നായിട്ടുള്ള സംസാരങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിന് രുചി പകരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഇന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹൃദ്യമായ സംസാരം അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യവും കൊടുക്കും. ഇപ്പോൾ നമ്മുടെ സംസാരം ശരിയല്ലെങ്കിലോ, ഹൃദ്യമല്ലെങ്കിലോ, അതുമൂലം സംഭവിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ കയ്പും അനാരോഗ്യവും വരുത്തുന്ന കാര്യമാണ് ഹൃദ്യമല്ലാത്ത സംസാരം. അതാണ് ഈ സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മളൊക്കെ നടക്കുമ്പം വീണ് കയ്യും കാലും ഒക്കെ ഒടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. വേണമെങ്കിൽ ഗോവണി ഇറങ്ങുമ്പോഴും മറ്റു പല സമയത്തുമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം, അതീവ ശ്രദ്ധയോടെ അത് ചെയ്യും. എങ്ങാനും വീണാൽ, പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമൊക്കെ ആയവരെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിവൊക്കെ സംഭവിക്കാനായിട്ട് ചാൻസുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വീഴ്ച ഒഴിവാക്കാൻ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളാകാറുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 20:18 വായിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ 20:18 പറഞ്ഞിരിക്കുന്നത്, വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാല് തെറ്റി വീഴുന്നത്. കാല് തെറ്റി വീണാൽ ചിലപ്പോൾ ഫ്രാക്ചർ വരാം, പ്ലാസ്റ്റർ ഇടേണ്ടതായിട്ട് വരാം, വേണമെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരാം. എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി ഇതുപോലെ ഒന്ന് പിഴവ് പറ്റി വീണു പോയതാണ്. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞ പിന്നെയാണ് അവർക്ക് സാധാരണക്കാരെ പോലെ നടക്കാൻ പോലും പറ്റിയത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വീണ് ഒടിവും ചതവുമൊക്കെ സംഭവിക്കുന്നത് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. അത് ഒഴിവാക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കും. അതിനേക്കാൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വാക്കിൽ പിഴയ്ക്കാതിരിക്കാൻ. വാക്കിൽ പിഴയ്ക്കുന്നതാണ് കാല് തെറ്റി വീഴുന്നതിനേക്കാൾ ഭേദമെന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. പ്രഭാഷകൻ 20-ാം അധ്യായം അതിൻ്റെ ഏതാനും വചനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സംസാരത്തിൽ വരുന്ന ചില വീഴ്ചകൾ എത്ര ഗൗരവമുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ കാണണം എന്നുള്ളത് വചനം പറയുന്നുണ്ട്. പ്രഭാഷകൻ 20:8 അവിടെ പറയുന്നത്, അതിഭാഷണം നിന്ദ്യമാണ്. വിവരമുള്ളവർ ഒരുപാട് വർത്തമാനം പറയേണ്ട കാര്യമില്ല, പറയത്തുമില്ല. ഇനി അതില്ലാതെ വരുമ്പോഴത്തേക്കാണ് അതിഭാഷണം. ഇനി അതിഭാഷണം മൂലം നമ്മുടെ ജീവിതത്തിൽ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിഭാഷണം നിന്ദ്യമാണ്. എന്നെ കേൾക്കുന്നവർക്ക് ഇത് വേണോ, അവരിത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ കണ്ട് ഇങ്ങനെ ഓവറായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. അത് നിന്ദ്യമാണ് എന്ന് വചനം പറയുകയാണ്. 20-ാം അധ്യായം, പ്രഭാഷകൻ 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അനവസരത്തിലുള്ള സംസാരം അരോചകമാണ്. അനവസരത്തിൽ നമ്മളെപ്പോഴാണ് സംസാരിക്കേണ്ടത്, എപ്പോഴാണ് നിശബ്ദരായിരിക്കേണ്ടത് എന്നത് നാം തിരിച്ചറിയണം. അതിന് നമുക്ക് വിവേകം വേണം.
ഇനി ആ വിവേകം ഇല്ലാത്ത വ്യക്തികളെ അനവസരത്തിൽ സംസാരിക്കും. മിണ്ടാതിരിക്കേണ്ടിടത്ത് അവർ സംസാരിക്കും. അത് അരോചകമാണ് എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 19:6 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രഭാഷകൻ 19:6, വ്യർത്ഥ ഭാഷണം അത് നമ്മൾ വെറുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കാതിരുന്നാൽ ആത്മീയമായിട്ട് നമുക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കില്ല. ഇപ്പം അതുകൊണ്ട് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവരെ അവരുടെ സംസാരത്തെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യാക്കോസ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും പരിചയം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് പരിപൂർണനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ സംസാരത്തിൽ തെറ്റ് വരരുത്. നമ്മൾ പല രീതിയിൽ പാപം ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് സംസാരം എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത വചനം എടുക്കുകയാണെങ്കിൽ പ്രഭാഷകൻ 19:7 വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. ഇതൊരു സബ്സ്റ്റാൻഡേർഡ് പാപം. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കുന്നത്, ഇംഗ്ലീഷിൽ ടെയിൽ ബെയറിംഗ് എന്ന് പറയും. ഇതൊരിക്കലും നമുക്ക് ദൈവമക്കൾക്ക് ഒരു ഭൂഷണമാകുന്ന കാര്യമല്ല. ഈ പാപം ഒഴിവാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രഭാഷകൻ തന്നെ 20-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, തള്ളിക്കേറി സംസാരിക്കുന്നവൻ വെറുക്കപ്പെടും. തള്ളിക്കേറി സംസാരിക്കുക, ചിലർക്ക് ഈ നിയന്ത്രണം അവർക്കുണ്ടായെന്ന് വരില്ല. ഇനി അവർ സംസാരിക്കേണ്ട സമയം അല്ലെങ്കിലും മറ്റൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും തള്ളിക്കേറി സംസാരിക്കും. അങ്ങനെയുള്ളവർ വെറുക്കപ്പെടും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 20:8 വചനം. വീണ്ടും നമ്മൾ സുഭാഷിതങ്ങൾ 15 എടുത്താൽ, നമ്മുടെ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന മുറിവുകൾ, വേദനകൾ, ഇതേക്കുറിച്ചെല്ലാം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 15:1, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടും. ചില കാണാൻ സാധിക്കും, ചില അനവസരത്തിൽ ചില കമൻറ്റ് പറയും, ചില വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കും. ഇങ്ങനെ അവരെ കൊള്ളിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. ഇനി അതിൻ്റെ പേരിൽ ചെറിയ തോതിൽ ദേഷ്യപ്പെട്ടിരുന്നവർ അമിതമായിട്ട് ദേഷ്യപ്പെടാൻ പോലും കാരണമായെന്ന് വരും. കാരണം പരുഷമായ വാക്ക് കോപം ഇളക്കിവിടും എന്നാണ് ദൈവവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഭാഷകൻ 28:13 മുതൽ വായിച്ചു കഴിഞ്ഞാൽ തേജോവധം, അതേക്കുറിച്ച് അതെങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത്, പരദൂഷണം, ഏഷണി, ഇതെല്ലാം തേജോവധത്തിൽപ്പെട്ടതാണ്. നമുക്കറിയാലോ, കൊലപാതകം എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള പാപ, കൊലപാതകം. ഇനി ഇവിടെ തേജോവധം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാരം കൊണ്ട് ഈ കൊലപാതകം നമുക്ക് നടത്താൻ പറ്റും. വചനം പറയുകയാണ്, ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് നമുക്ക് ജീവൻ കൊടുക്കാനും പറ്റും, ജീവൻ എടുക്കാനും പറ്റും. നമ്മൾ ജീവൻ നൽകുന്ന വ്യക്തികളായിട്ട് മാറണം. അതിന് നമ്മുടെ സംസാരം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സുഭാഷിതങ്ങൾ 15:4 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, സുഭാഷിതങ്ങൾ 15:4, വികടമായ വാക്ക് മനസ്സ് പിളർക്കും. അത് ഒരു തരം കൊലപാതകത്തിന് സമാനമാണ്. വികടമായ വാക്ക് മനസ്സ് പിളർക്കാൻ ശക്തിയുള്ളതാണ്. അങ്ങനെയുള്ള വാക്ക് പ്രഹരം നമ്മൾ നടത്താതിരിക്കണം. പ്രഭാഷകൻ 27:21 വായിച്ചാൽ, രഹസ്യം പരസ്യമാക്കുന്നവന് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇത് ചിലർ ഓടി നടന്ന് അവരിങ്ങനെ രഹസ്യമായിട്ട് അവർക്ക് കിട്ടിയൊരു കാര്യമായിരിക്കാം, അതിങ്ങനെ പറയാവുന്നിടത്തോളം ആൾക്കാരുടെ അത് പറഞ്ഞ് അറിയിക്കാൻ നോക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഭാഷകൻ 5:12 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണെങ്കിലേ പറയാവൂ, അല്ലെങ്കിൽ വാതുറക്കരുത് എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
എഫേസസ് 4-ാം അധ്യായം 25-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് സത്യം മാത്രമേ പറയാവൂ. ഇനി നമ്മൾ നുണ പറഞ്ഞാൽ, നുണ പറഞ്ഞ് നേടുന്ന ആഹാരം അത് കൊലപാതകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കെണിയാണെന്നാണ് പറഞ്ഞത്, മരണത്തിലേക്ക്. നുണ പറഞ്ഞ് നമ്മൾ നേടുന്ന ആഹാരം, സമ്പത്ത് എന്നിങ്ങനെയുള്ള. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:11 വായിച്ചാൽ, നുണ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമ്മളെ നശിപ്പിക്കുന്നതോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതുമായ ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ ഒരിക്കൽ കൂടി ആൾത്താരയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ഈ ആൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ഈ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചവർ, നമ്മോടൊപ്പം വചനം ധ്യാനിച്ച മക്കൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള നിരവധി ആളുകൾ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, അവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. രോഗത്താലും മറ്റ് ജീവിത ക്ലേശങ്ങളാലും വലയുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ അവസ്ഥയിൽ ദൈവം കടന്നു ചെന്നവരെ സഹായിക്കുവാൻ ആഗ്രഹിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അവിടുത്തെ കരുണ ലോകം മുഴുവൻ്റെ മേലും വർഷിക്കണമേ. ആ കരുണ ഏറ്റെടുത്ത് കരുണയുള്ളവരാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പ്രതിഷ്ഠിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.